തൃശ്ശൂരിലെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് വൈറൽ സ്പോട്ടായി മാറിയ തമ്പാൻ കടവാണിത്. കടലും കായലും ഒന്നിക്കുന്ന ഒരിടം. ഇവിടുത്തെ നൈറ്റ് ബീച്ച് എന്നറിയപ്പെടുന്ന ഓഹോ ബീച്ചും ഫുഡ് സ്പോട്ടുകളും എക്സ്പ്ലോർ ചെയ്യുന്ന ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂരിൽ നിന്നും വാടാനപ്പള്ളി റൂട്ടിൽ ഏകദേശം 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തളിക്കുളത്തെത്താം. തളിക്കുളം സെന്ററിൽ നിന്നും കുറച്ചു ദൂരം പോയാൽ ഈ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് എത്താം. നമ്മൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ നമുക്ക് മുന്നേ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനെത്തിയ ഒരു അതിഥിയെ കണ്ടോ? യാതൊരു പ്രോബ്ലംസും ഉണ്ടാക്കാതെ കാമായി എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസിനും ഒക്കെ നിന്നു കൊടുത്തുകൊണ്ട് ആശാൻ ഫുൾ എൻജോയ്മെന്റ് വൈബിലാണ്. പൊതുവെ ടെററായ ഇത്തരം പിറ്റ്ബുളിൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുന്നത്. ഒരുപാട് ഫോട്ടോസിലും റീൽസിലും ഒക്കെ വൈറൽ സ്പോട്ടായി മാറിയ ഈ ഒരു സ്ഥലം തമിഴ്നാട്ടിൽ വരെ ഫേമസ് ആണ് കേട്ടോ. കാരണം നമ്മൾ എത്തിയ സമയത്ത് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് യൂത്ത് ബൈക്കിലും കാറിലും ഒക്കെ വന്ന് ഇറങ്ങുന്നത് കണ്ടിരുന്നു. നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ചു നേരം സമാധാനമായി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലൂടെ കുറച്ചങ്ങ് നടന്നു നോക്കാം. രണ്ട് സൈഡിലും ചെരിഞ്ഞു നിൽക്കുന്ന ഈ തെങ്ങുകളും അതിനിടയിലൂടെയുള്ള പൊഴിയും എന്താ ഫ്രെയിം അല്ലേ? ഇതിന്റെ അറ്റത്തായിട്ട് ചീനവല പോലെ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പണ്ട് ഉപയോഗിച്ചതായിരുന്നു എന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തിന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായി തന്നെ ചങ്ങാടം ഒക്കെ ഉള്ള ഒരു വെള്ളക്കെട്ട് കൂടിയുണ്ട്. ഇതൊരു അറപ്പ തോടാണ്. അറപ്പ എന്ന് വെച്ചാൽ പൊഴി എന്നർത്ഥം. മഴക്കാലത്ത് കരയിൽ വെള്ളം കയറുമ്പോൾ അതിനെ കടലിലേക്ക് ഒഴുക്കി കളയാൻ ഇവിടുത്തെ മണൽ മാറ്റി പൊഴി വെട്ടും. അങ്ങനെ കരയിലെ വെള്ളം ബാലൻസ് ചെയ്യുന്നതിനായി വെട്ടിയ ഒരു തോടാണിത്. പിന്നൊരു കാര്യം, ഇത് ഫുൾ ടൈം ഒന്നും തുറന്നിടില്ല. കാരണം കടലിലെ വേലിയേറ്റ സമയത്ത് ഈ വെള്ളം തിരിച്ച് തോട്ടിലേക്ക് കയറി നമ്മുടെ നാട്ടിലേക്കൊക്കെ ഉപ്പുവെള്ളം വരും. അത് കൃഷിക്കും ദോഷമായതിനാൽ മഴക്കാലത്ത് മാത്രമേ ഇങ്ങനെ തുറന്നിടാറുള്ളൂ. ഇതുകൊണ്ടൊക്കെ തന്നെ പണ്ട് അറപ്പ ബീച്ച് എന്നാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്ഥലം ഓഹോ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ വെറും തെങ്ങുംതോപ്പായി കിടന്ന ഈ ഒരു സ്ഥലം ഈ കാണുന്ന രീതിയിൽ ആർട്ടിഫിഷ്യലി അറേഞ്ച് ചെയ്ത് ഇപ്പോൾ തൃശ്ശൂരിലെ നമ്പർ 1 ട്രെൻഡിങ് നൈറ്റ് ബീച്ചായി മാറിയിരിക്കുകയാണ് ഈ ഒരു ബീച്ച്. ഉപയോഗശൂന്യമായ തെങ്ങും തടികളെ ക്രിയേറ്റീവ് മൈൻഡിൽ ആർട്ട് വർക്കൊക്കെ ചെയ്ത് വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ പലയിടത്തും നല്ല ഭംഗിയിൽ ഫോട്ടോ പോയിന്റായി പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ഇതുവരെ ഈ ഒരു സ്പോട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് ഇവിടുത്തെ ഈ ആംബിയൻസ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബീച്ച്. മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്ക് കുറവായതിനാൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ശാന്തമായി നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പവും കുടുംബങ്ങളോടൊപ്പം ഒക്കെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരിടമാണിത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം. മഴക്കാലത്തോ കടൽക്ഷോഭമുള്ള സമയത്തോ ബീച്ചിലിറങ്ങുമ്പോൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. മുന്നേ പറഞ്ഞതുപോലെ ഈവനിങ് ആണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ ഇവിടുത്തെ സൂര്യാസ്തമയ കാഴ്ചകളും കൂടാതെ ഫിഷിംഗ് ആക്ടിവിറ്റീസുകളും നമുക്ക് ആസ്വദിക്കാം. ബീച്ചിന്റെ ഒരു സൈഡിലായി കാണുന്ന ഈ ഒരു ഏരിയ കണ്ടോ? കടൽ ഭിത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് പൈൻ മരങ്ങളെ ബാക്ക്ഗ്രൗണ്ടിലാക്കി നല്ല വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് കൂടിയാണിത്. അങ്ങനെ ഇവിടുത്തെ സൂര്യാസ്തമയ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്കിവിടുത്തെ ഫുഡ് കോർട്ടുകളോട് എക്സ്പ്ലോർ ചെയ്യാം. ഈ ബീച്ചിന്റെ എൻട്രൻസിനോട് ചേർന്ന് തന്നെ ഫുഡ് കോർട്ടുകളുടെ ഒരു നിര തന്നെ കാണാം. ഐസ്ക്രീം ഷോപ്പുകൾ, ന്യൂഡിൽസ്, മൊമോസ്, അങ്ങനെ എല്ലാ തരം വെറൈറ്റി ഫുഡുകളും ടുഡേ സ്പെഷ്യൽ ഫുഡുകളും അടക്കം കിട്ടുന്ന ഫുഡ് കോർട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഈവനിങ് സൺസെറ്റ് കാഴ്ചകളോടൊപ്പം തന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയി ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയി ഒന്ന് കൂടാൻ പറ്റിയൊരു ഇടം തന്നെയല്ലേ ഇത്. തൃശ്ശൂരിലെ ഹിഡൻ ജെയിം സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നൈറ്റ് സ്പോട്ട് ഉൾപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി കാണാമെന്ന പ്രതീക്ഷയോടെ